ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടദോശയാണ്. അടദോശയ്ക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ അരി തലേന്ന് അരി കുതിർക്കാനിടുക. 1 ഗ്ലാസ് അരി, 1 പിടി ഉഴുന്ന്, 1 പിടി പയറ്, 1 പിടി തുമര. ഈ 4 സാധനങ്ങളും കൂടെ തലേന്നേ വെള്ളത്തിലിട്ട് കുതുക്കുക. അപ്പം തന്നെ 2 കുരുമുളക് കൂടെ അതിനകത്തിട്ടേക്കാമെങ്കിൽ അതും കുതിർന്ന് കിട്ടും. പിന്നെ നമ്മൾ അതെല്ലാം കൂടെ രാവിലെ അത് എടുത്ത് കഴുകി മിക്സിയിലേക്ക് മാറ്റുക. ഇതിപ്പോൾ എനിക്ക് 2 പ്രാവശ്യമായിട്ട് അരയ്ക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. മിക്സിയിലേക്ക് മാറ്റിക്കൊണ്ട് അതിലേക്ക് മസാലയായിട്ട് നമ്മളിടുന്നത് ഉള്ളി. അത് ഏത് ഉള്ളി വേണേലും നമുക്കിടാം, ചെറിയ ഉള്ളിയോ സവാളയോ. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ദോശക്കല്ലിൽ നിന്ന് ഇത് പെട്ടെന്ന് ഇളകി വരും. പിന്നെ അതിലേക്ക് നമ്മൾ കരിയാപ്പിലയാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ലൊരു മണം വരും ദോശയ്ക്ക്. കരിയാപ്പില ഇടുക. പിന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് 2 പുതിനയുടെ ഇലയും കൂടി ഇടുകയാണ്. എന്താ വെച്ചാൽ ഗ്യാസ് പിടിക്കത്തില്ലല്ലോ നമുക്ക്. പ്രായമായവർക്കൊക്കെ ഗ്യാസ് വരുന്നതിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ ഗ്യാസ് വരാതിരിക്കണേ 2 പുതിനയും കൂടെ അതിനകത്ത് ഇട്ടേക്കുക. പിന്നെ വേണ്ടുന്നത് കായം, 1 സ്പൂൺ കായപ്പൊടി, പിന്നെ 1 സ്പൂൺ കായപ്പൊടി, ശകലം മുളക് പൊടി, ശകലം കുരുമുളക് പൊടി, ഉപ്പ്. ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിന്. ഇതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അരയ്ക്കുക. സാധാ ദോശമാവിൻ്റെ പരുവത്തിന് അരച്ചെടുക്കണം. നമുക്ക് ദോശക്കല്ലിൽ ചൂടാക്കി അതിനകത്ത് ദോശ ഇട്ടെടുത്താൽ മതി. അത് കൂടുതൽ നേരം വെച്ചേക്കൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. ദോശ എടുക്കുന്നുണ്ടെങ്കിൽ ശകല എണ്ണ അതിൻ്റെ മേലിൽ ഒഴിച്ചു കൊടുത്ത് വേണം നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് വെറുതെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് എടുക്കുക. അപ്പം നല്ല മൊരിഞ്ഞ ദോശ നമുക്ക് കിട്ടും. നമുക്കത് ചെയ്യാം. ഇത് കഴിയിട്ട് അരച്ചുകൊണ്ട് വരട്ടെ ഞാൻ. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ മാവ്. ഇത് ദോശമാവിനെ പോലെ തന്നെ അതേ ഇതിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുക. എന്നിട്ട് ഇനി ദോശക്കല്ല് അടുപ്പിൽ വെച്ചു നല്ലവണ്ണം ചൂടാവണം. ചൂടായി കഴിയുമ്പോൾ അതിൽ എണ്ണ തടവി കൊടുക്കുക. സാധാ ദോശ ഇടുന്ന പോലെ തന്നെ കനം കുറച്ച് ചുട്ടിട്ട് ഒരിത്തിരി എണ്ണ മാത്രം അതിൻ്റെ മേലിൽ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചൂടായി. ഇത് നമ്മൾ ശകല എണ്ണ ഇതിനകത്ത് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലവണ്ണം മൊരിഞ്ഞ് പോരും. ഓക്കെ, ഇങ്ങനെ ചുട്ടിട്ട് കാണിക്കാം. ഇതാണ് നമ്മൾ തയ്യാറായ ദോശ. ഇതിന് സാമ്പാറോ ചട്നിയോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് സോസ് ആയാലും മതി. ടൊമാറ്റോ കെച്ചപ്പോ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു സാധനമാണ്. ഓക്കെ, എല്ലാവരും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.